മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് എല്ലാ പത്രങ്ങളിലും വന്നൊരു വാർത്തയായിട്ട് കേരളത്തിലെ ഗ്രാമതലം മുതൽക്ക് മുനിസിപ്പാലിറ്റി മുതൽക്ക് പഞ്ചായത്ത് തലം മുതൽക്ക് ജില്ലാതലം മുതൽക്ക് കേരളം മുഴുവനും കഴിഞ്ഞ് ഭാരതം മുഴുവനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നു. അത്ഭുതകരമായൊരു വസ്തുത, ദേശീയ ചാനലുകൾ ടൈംസ് നൗ, NDTVയോ അല്ലെങ്കിൽ CNN IBNോ അല്ലെങ്കിൽ അതുപോലെയുള്ളത് ഒന്നും തന്നെ, ഹെഡ്ലൈൻസ് ടുഡേ ഒന്നും തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പിക്ചർ പോലും കൊടുക്കാൻ അവർ വിട്ടുപോയോ, അവർ ശ്രദ്ധിക്കാതെ ഇരുന്നോ. എന്താ കാരണം എന്ന് അറിഞ്ഞൂടാ. ഏതായാലും പലപ്പോഴും ഇവരുടെ ഈ കഴുത്തിൽ ചെയിനൊക്കെ ഇട്ടുകൊണ്ട് ഫയലൊക്കെ പിടിച്ചുകൊണ്ട് ഇവർ ഈ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ വളരെ രസം തോന്നാറുണ്ട്. UNOയിൽ 193 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന മാതിരി ഇവരെന്താണാവോ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ നേതാവും വിളമ്പുന്ന പാപ്പരത്വം ഇങ്ങനെ കേട്ട് അവസാനം ചെന്നെത്തുന്നത് അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കണം എന്നാണ്. അതിനാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പന്തലിട്ട് ഇരിക്കാൻ സൗകര്യമുള്ള എല്ലാം ഉണ്ടാക്കി. പണ്ട് കൊക്കക്കോള കൊടുത്തിരുന്നു, ഇപ്പൊ പച്ചവെള്ളമാണ് കൊടുക്കുന്നത്. ഇപ്രാവശ്യം ആഡംബരമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ ചുമപ്പ് കൊണ്ട് വിരിച്ചതാ. കമൽഹാസന്റെ അനുജത്തിയും കമൽഹാസന്റെ മക്കളും എല്ലാവരും വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇവര് ഇങ്ങനെ ചർച്ച ചെയ്ത് എന്താ ചർച്ച ചെയ്ത് തീരുമാനിച്ചത്? ഒരൊറ്റ വരിയിൽ പറയാം, കഴിഞ്ഞ 23 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റാണെന്നും ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്നും അതിനെക്കുറിച്ചിട്ട് 2 ദിവസം അങ്ങ് ചർച്ച ചെയ്തത്. അതായത് ഭൂതകാലത്തിൽ മാത്രം ജീവിക്കുന്ന ഭൂതത്തിന്റെ ഒരു പാർട്ടിയായിട്ട് CPM തീർന്നിരിക്കുന്നു. പക്ഷെ ഇവരുടെ നടപ്പും ഇവരുടെ കമന്റുകളും ഇവരുടെ പ്രസ് കോൺഫറൻസും ഒക്കെ കേട്ടാൽ അത്ഭുതം തോന്നും. അമേരിക്കയിലെ ഡിഫൻസ് കൈകാര്യം ചെയ്യുന്നവര്, പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരും അമേരിക്കയിലെ മിലിറ്ററിക്കാരും ഒക്കെ സംസാരിക്കുന്ന മാതിരിയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ശരിക്ക് വീഡിയോ എടുത്തവരുടെ മുഖഭാവവും അവർ പറയുന്നതിന്റെ കണ്ടന്റും ഒക്കെ ഒന്ന് കേട്ടാൽ അറപ്പ് തോന്നും. ഈ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു പാർട്ടി ഇപ്പോഴും മണ്ണിര പറയുന്ന മാതിരിയാ പറയുന്നത്. മൂർഖം പാമ്പും ഞാനും ചേർന്നിട്ട് ആ പോകുന്ന ആളെ കൊന്നത്. ശവപ്പെട്ടിയിൽ ഒരു ഡെഡ് ബോഡി പോകുമ്പോൾ മണ്ണിര പറയാണ്, ആ ശവപ്പെട്ടിയിൽ കിടന്നവന്റെ അവസ്ഥ തനിക്ക് വരും, എന്നോട് കളിച്ചാൽ എന്ന് മണ്ണിര പറയാണ്. അപ്പൊ മറ്റേയാൾ ചോദിച്ചു അതെന്താ അവസ്ഥ എന്ന്. ഞാനും മൂർഖം പാമ്പും ചേർന്നിട്ടാണ് അയാളെ കൊന്നത് എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി താഴ്ന്നിരിക്കാം. ഏതായാലും ഒരു 10-20 വർഷം കഴിയുമ്പോൾ അവർക്ക് ബോധോദയം ഉണ്ടാവും. 20 വർഷം മുമ്പ് അതാണ് ചെയ്യേണ്ടിയിരുന്നത്, 19 വർഷം മുമ്പ് അതാണ് ചെയ്യേണ്ടിയിരുന്നത്, 18 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം, അത് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. EMS എന്ന ആചാര്യനും അത് തന്നെയാണ് ചെയ്തത്. 1980 പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞ് 82 ഒരു പുസ്തകം എഴുതും. 82 പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ 84 വേറൊരു പുസ്തകം എഴുതും. 84 പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റാണെന്നും പറഞ്ഞാൽ 86 വേറൊരു പുസ്തകം എഴുതും. ഏതായാലും മഹാഭാഗ്യത്തിന് EK നായനാർ ആ പുസ്തകം ഒന്നും പോപ്പിന് കൊണ്ടുപോയി കൊടുത്തില്ല. 5150 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീതയാണ് കൊണ്ടുപോയി കൊടുത്തത്. എന്തായാലും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, യുവാക്കളെ ആകർഷിക്കാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞു. ഈ CPMന്റെ യുവസംഘടനയിലെ നേതാക്കന്മാരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അണികളൊക്കെയാണ് ഹിന്ദുക്കൾ. അതാണ് രസം. ആ ഹിന്ദുക്കളായ നേതാക്കന്മാരൊക്കെ ഹിന്ദുക്കളെ അവഹേളിക്കലാണ് അവരുടെ മുഖ്യ അജണ്ട. മാസ്റ്റർ ഓഫ് ചീറ്റിംഗ്, മാസ്റ്റർ ഓഫ് ബിലിറ്റിലിംഗ്, മാസ്റ്റർ ഓഫ് ഡീഗ്രേഡിങ്. MD എന്ന് വെച്ചാൽ മാസ്റ്റർ ഓഫ് ഡീഗ്രേഡിങ് ഹിന്ദു ധർമ്മ. MSc എന്ന് വെച്ചാൽ മാസ്റ്റർ ഓഫ് ദി സയൻസ് ഓഫ് ചീറ്റിംഗ് ഓഫ് ഹിന്ദുസ്. അങ്ങനെയൊക്കെയാണ് അവരുടെ പോക്ക്. ഏതായാലും വളരെ സത്യസന്ധമായ രീതിയിൽ അവരൊന്ന് മനസ്സിലാക്കി, 26 ലക്ഷം വോട്ട് കേരളത്തിൽ പോയിരിക്കുന്നു എന്ന് അത്രയെങ്കിലും മനസ്സിലായല്ലോ.
ഇനി പോയത് പോയി, ഇനിയുള്ളതും പോകാതിരിക്കാൻ ഈ നേതാക്കന്മാർ ബക്കറ്റ് പിരിവൊക്കെ കുറച്ചതായിട്ടും അറിയുന്നുണ്ട്. കുറെ നല്ലവരെയൊക്കെ പറഞ്ഞയച്ചതായിട്ടും അറിയുന്നുണ്ട്. പിണറായി വിജയന്റെ കൊട്ടാര സദൃശമായിട്ടുള്ള വീട് ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ അത് പിണറായി വിജയന്റെ അല്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ആരുടെയാണെന്ന് പറഞ്ഞില്ല. മാത്രമല്ല, പിണറായി വിജയന്റെ ശരിക്കും വീട് അതല്ല, വേറെ ഏതാണെന്നും കൂടി കാണിക്കേണ്ടിയിരുന്നു. അത് കാണിച്ചിട്ടും ഇല്ല. പിന്നെ സൈബർ സെല്ലിലേക്ക് അദ്ദേഹം തന്റെ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ സൈബർ സെല്ല് എന്ത് തീരുമാനം എടുത്തത് എന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും കംപ്ലൈന്റ് കൊടുത്തു, തന്റെ വീട് അല്ലെന്നും പറഞ്ഞു. പക്ഷെ ആരുടെ വീടാണെന്നും തന്റെ യഥാർത്ഥ വീട് ഏതാണെന്നൊന്നും ആരെയും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ തീരെ ബോധമില്ലാത്തവരാണെന്ന് ധരിക്കുന്ന ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരുടെ അവസ്ഥയാണ് തനി ദുഃഖകരമായിട്ടുള്ളത്. ഏതായാലും യുവാക്കള് കടമുഴകി വീഴുന്ന പോലെ മാറുന്നു എന്ന് കേൾക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. കാരണം ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിനെയും അവഹേളിച്ചുകൊണ്ട് ജനിച്ച് നിലനിന്ന് ചാകുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് ഏറ്റവും അധികം നശിപ്പിച്ചത് ഹിന്ദു ധർമ്മത്തെയും യുവാക്കളെയുമാണ്. ആ യുവാക്കൾ അത് തിരിച്ചറിയുകയും അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തത് അതിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോയിട്ടാണ് എന്ന് കാണുന്നതിൽ വളരെ വളരെ സന്തോഷം. അത് ഇനിയും തുടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനുള്ളത്. ഇനിയും അത് തുടരണം, ഇനിയും അത് തുടരണം. ഏത് പാർട്ടി നിലനിൽക്കുന്നു, ഏത് പാർട്ടി നിലനിൽക്കുന്നില്ല എന്നുള്ളതിനോടൊന്നും നമുക്ക് യാതൊരു അഭിപ്രായമില്ല. ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിന്റെ പൈതൃകത്തെയും അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി ഒരു പാർട്ടിയും ഒരു മതവും നിലനിൽക്കരുത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഈ നാട്ടില് എന്തിനേയും ഏതിനെയും അവഹേളിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് നടന്നവര് ശ്രീരാമനെയും സീതയെയും ഭാരതമാതാവിനെയും ലക്ഷ്മിയെയും സരസ്വതിയെയും നഗ്നയാക്കി വരച്ച വ്യക്തിക്ക് അവാർഡ് കൊടുത്തവർക്ക് ഇതിനേക്കാൾ വലിയ ദുർഗതി ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രാർത്ഥന. കാരണം അത്രയുമധികം ഈ നാടിന്റെ സംസ്കാരത്തെ അവഹേളിച്ച ആ പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർ മുഴുവനും അമ്പലത്തിലേക്കും പള്ളിയിലേക്കൊന്നും പോകില്ല. കാരണം ക്രിസ്ത്യാനികൾ പണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിലും പള്ളിയിലേക്കും മസ്ജിദിലേക്കും അവർ പോകുമായിരുന്നു. ഹിന്ദുക്കൾ അമ്പലത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത്, അമ്പലത്തിൽ പോകരുത്, ആത്മീയ കർമ്മം നടത്തരുത്, താലി കെട്ടരുത്, പെണ്ണിരിക്കരുത്, ആണ് നിൽക്കരുത്, ഗണപതി ഹോമം നടത്തരുത് എന്നൊക്കെ പറഞ്ഞ അതേ നീചമായിട്ടുള്ള പ്രവൃത്തിക്ക് എന്ന് വിശേഷിപ്പിച്ചവര് ഇന്ന് അതിലേക്ക് തിരിച്ചു വരുമ്പോ ശരിക്ക് അവര് 23 വർഷമായിട്ട് ചെയ്തത് തെറ്റാണെന്നല്ല പറയേണ്ടത്. ആ പാർട്ടി ജനിച്ചത് മുതൽക്ക് ചെയ്തതെല്ലാം അബദ്ധമാണെന്ന് തിരിച്ചറിയും. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് നിലനിൽക്കില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ത്രേതായുഗത്തിലെ രാമായണവും ദ്വാപരയുഗത്തിലെ ഭാഗവതവും ഭഗവത്ഗീതയും ഇന്നും നിലനിൽക്കുന്നു. കഷ്ടിച്ച് 98 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അല്ലെങ്കിൽ പ്രചരിക്കാൻ തുടങ്ങിയ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ പാകത്തിന് അത് ചീഞ്ഞളിഞ്ഞു പോയി എന്ന് മാത്രമല്ല, കേരളത്തിലെ ഭാരതത്തിലെ ഒരൊറ്റ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ആ പുസ്തകത്തിന്റെ 7 അയൽവക്കത്ത് പോയിട്ടുണ്ടാവില്ല എന്ന് അറിയിക്കുന്നു. മാത്രമല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ വീട്ടുകാരെ ചാരപ്പണി നടത്തുന്ന ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി ആൻഡ് ലെറ്റേഴ്സ് റിട്ടൺ ടു പ്രിയദർശിനി എന്നൊക്കെ പറഞ്ഞ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സോണിയാഗാന്ധിയോ വരുന്ന ഭാരതത്തിന്റെ രാജാവാകാൻ ബാങ്കോക്കിൽ 56 ദിവസം കഴിച്ചു കൂട്ടിയ യുവരാജാവ് മന്ദബുദ്ധിയാണ് എന്ന് അംഗീകരിക്കുന്നില്ലെങ്കിലും ഇന്നലെ നേതാക്കന്മാർ പറഞ്ഞു ഹീ ഈസ് ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് എന്ന്. ഇപ്പോഴാണ് അവർക്കത് ഉറപ്പ് തോന്നിയത്. ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അദ്ദേഹം വായിച്ചിട്ടുണ്ടോ മുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം? പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെങ്കിലും വായിച്ചിട്ടുണ്ട്. വാൽമീകി എഴുതിയ രാമായണവും അതുപോലെ തന്നെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞുകൊടുത്ത വ്യാസൻ എഴുതിയ മഹാഭാഗവതവും നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കാലം തട്ടിത്തെറിപ്പിക്കും എന്നുള്ളതിന് തെളിവാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒരു പരിധിവരെ കോൺഗ്രസിന്റെയും അവസ്ഥ എന്ന് കൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.